ഇന്നിനി എന്താണെന്നല്ലേ ഞണ്ട് റോസ്റ്റ് പിടിക്കാമെന്ന് കരുതി. ഇന്ന് കുറച്ച് ഞണ്ടിന് കിട്ടി. അപ്പോൾ ആവശ്യത്തിന് തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഉലുവയും പെരിഞ്ചീരകവും കുരുമുളകും കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും അല്പം ഗരം മസാലയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും മാത്രം മതി. അങ്ങനെ ചട്ടി വെച്ച് എണ്ണ ചൂടാക്കി അതിനകത്തോട്ട് ഉലുവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ചൂടായി വരുമ്പോഴത്തേക്കും ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ആ പച്ചമണം പോകുന്നവരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ നേരത്തെ കാണിച്ച കുരുമുളകും പെരുംജീരകവും മിക്സിയിലിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇല്ലാണ്ട് എന്ത് കറിയെന്നല്ലേ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതിന് ചെറിയുള്ളിയും വെല്ലുള്ളിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇടാം. ചെറിയുള്ളി മാത്രമാണെങ്കിലും കറി വേറെ ലെവലാണ്. അപ്പോൾ അത് നമ്മൾ ഇഷ്ടം പോലെ ഉപയോഗിക്കാം. അങ്ങനെ ഇത് വഴണ്ട് വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വാട്ടിയെടുക്കണം. ഇത് വാടി ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിപ്പോകുമ്പോൾ നമ്മൾ എന്താക്കണം, കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഇത് നന്നായി ഇളക്കി അതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നന്നായി വഴണ്ട് വരുമ്പം ഞണ്ടിനെ നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഞണ്ടൊന്ന് ചെറുങ്ങനെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നന്നായി ഇളക്കി സെറ്റാക്കി തക്കാളി ഇട്ട് കൊടുക്കണം. ശരിക്കും തക്കാളി പച്ചക്ക് തന്നെ ഇട്ട് കൊടുക്കണേ. വഴറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് വേറെ ടേസ്റ്റാവും. അങ്ങനെ ഈ തക്കാളി ഈ ആവി ഇരുന്ന് വേവട്ടെ. ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അല്പം നേരം നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വറ്റാൻ വെക്കും. അലങ്കാരത്തിന് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തു. അലങ്കാരം മാത്രമല്ല കേട്ടോ, ടേസ്റ്റുമാണ്. അങ്ങനെ അത് സെറ്റായിട്ട് ഉപ്പ് ഒന്നുകൂടി നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നല്ല വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒറ്റിച്ചു കൊടുത്തു. അങ്ങനെ കറി തിളച്ച് നല്ല വെന്ത മണം വരുന്നുണ്ട്. അങ്ങനെ വെന്ത മണം വരുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാം. സിമ്മിൽ വേണം ഇതൊക്കെ ചെയ്യാൻ. കരിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. റോസ്റ്റ് റെഡി. ഇനി കുറച്ച് ചോറും റോസ്റ്റും